ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് ഒരു പിക്കിളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് തീരെ പൊടിയൊന്നാക്കണ്ട, പെട്ടെന്ന് ഇത് കുക്കാവുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് വലുതായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഏതിൻ്റെ കൂടെ വേണേലും കഴിക്കാം. നമ്മുടെ സാധാ ബ്രൗൺ റൈസിൻ്റെ കൂടെ, വൈറ്റ് റൈസിൻ്റെ കൂടെ, നമ്മുടെ ബിരിയാണി റൈസിൻ്റെ കൂടെ എങ്ങനെയാണേലും കുഴപ്പമില്ല. വളരെ ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാങ്ങാച്ചാറ് പോലെ തന്നെ ഇരിക്കും. ഞാൻ ഇത്രയും വലുപ്പത്തിൽ തന്നെയാണ് ഇത് അരിയുന്നത്. ഒരുപാട് ചെറുതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് കുഴഞ്ഞു പോകുന്ന പോലെ ആകും. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു പിക്കിൾ റെഡിയാക്കി കാണിക്കാം. അപ്പം നമ്മുടെ സാധാരണ നമ്മൾ എങ്ങനെയാണോ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ്, വേറെ പ്രത്യേകതകളൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൊക്കനട്ട് ഓയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് പൊട്ടി വന്നോട്ടെ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളിനി ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ടൈമിൽ ഉലുവ പൊടിയാണെങ്കിൽ പൊടി ചേർക്കാം, ഉലുവയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ പൊടിച്ച് വെച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഉലുവ നേരിട്ടിട്ട് കൊടുത്തത്. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഗാർലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീഫ് ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. അറിയാമല്ലോ എല്ലാവർക്കും അച്ചാറുണ്ടാക്കാൻ. ആർക്കും അറിയാൻ മേലാത്ത മലയാളികൾക്ക് എല്ലാവർക്കും അച്ചാറുണ്ടാക്കാൻ അറിയല്ലേ. അപ്പം എന്നിട്ട് നമുക്കിതിനെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഞാനൊരു ആപ്പിളിൻ്റേതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളമാണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വേറെ പൊടി വകകളൊന്നും ചേർക്കത്തില്ല. ഇനിയും കായപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം, കായപ്പൊടി ചേർക്കണം, വിനിഗറും ചേർക്കണം. ഇനി ഉപ്പ് ഫസ്റ്റിലെ ചേർത്ത് കൊടുക്കാം. ഇതൊട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ അടച്ചും വെക്കാൻ പാടില്ല. അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുക്കാവും. പിന്നെ അങ്ങ് ഭയങ്കര സോഫ്റ്റായി പോവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിനിഗറാണ്. ആ വിനിഗറിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമേ ഉള്ളൂ. കുറച്ചൊന്ന് ഒന്ന് ലിക്വിഡായിട്ട് ഒന്ന് അയഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്. അപ്പം നന്നായിട്ടിത് കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പം നമ്മുടെ ആപ്പിൾ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് ആപ്പിൾ വെച്ചിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം, അതുപോലെ തന്നെ പിക്കിൾ റെഡിയാക്കാം, പുഡിങ്, എല്ലാ സാധനങ്ങളും റെഡിയാക്കുന്ന പോലെ തന്നെ നമ്മൾ നാട്ടിൽ മാങ്ങ ഉപയോഗിക്കുന്ന പോലെയാണ്. പുറത്തുള്ളവരൊക്കെ ആപ്പിൾ വെച്ചിട്ട് ഓരോ സാധനങ്ങളുണ്ട്. അവർ പിക്കിളൊന്നും ഉണ്ടാക്കാറില്ല. നമ്മുടെ മലയാളികൾക്കല്ലേ പിക്കിളൊക്കെ ഇഷ്ടമുള്ളൂ, അല്ല നമ്മുടെ ഇന്ത്യക്കാർക്ക്. അപ്പം അടിപൊളി, ആഹാ അന്തസ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. എനിക്കൊരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റാണ്. നമ്മൾ ശരിക്കും മാങ്ങാച്ചാറ് പോലെ പിക്കിളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ.